നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വടക്കഞ്ചേരിയിലാണ്. വടക്കഞ്ചേരിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. ഒരു ഒരു 5-6 പഞ്ചായത്ത് സംഗമിക്കുന്നൊരു പ്രദേശമാണ് വടക്കഞ്ചേരി. അതിൽ തന്നെ നമുക്കറിയാം, വടക്കഞ്ചേരി ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങനെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. നമുക്കൊപ്പം ഉള്ളത് സി പ്രസാദ്. നമസ്കാരം. എന്തായാലും ഒരു വിപ്ലവ പോരാളിയാണ് ഞങ്ങൾക്ക് മുന്നിൽ, അതല്ലെങ്കിൽ വടക്കഞ്ചേരിക്കാർക്ക് മുന്നിൽ. 22 വാർഡുകളാണ്. വാർഡുകൾ വിഭജനമൊക്കെ കഴിഞ്ഞപ്പോൾ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഉള്ളത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 18ാമത്തെ വാർഡിൽ നിന്നല്ലേ, പ്രധാനി എന്ന വാർഡിൽ നിന്നും വിജയിച്ചിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ്. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ പഞ്ചായത്തിലെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ വോട്ടർമാരെന്ന് പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ടൈമിന് മുന്നിലെ തവണ 2015-20 കാലഘട്ടങ്ങളിൽ നിലവിൽ പഞ്ചായത്ത് മെമ്പറായി. ഈ 16ാമത്തെ വാർഡായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വാർഡ് ഇപ്പോൾ 2 വാർഡ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 18ാം നമ്പറിലേക്ക് വാർഡ് വന്നത്. അതിനു മുമ്പ് ഈ പ്രധാനി എന്ന 16ാം വാർഡിൽ നിന്ന് വളരെ തുച്ഛമായ വോട്ടിന് മത്സരിച്ച് 42ഓളം വോട്ടിന് മാത്രം ജയിച്ചു വരികയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷവും അവരോടൊപ്പം നിൽക്കാനും എൻ്റെ സ്നേഹവും അവരുടെ പരിഗണനയും എനിക്ക് ലഭിക്കുവാനും കാരണമായത് ഈ 5 വർഷത്ത് 10 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും മത്സരരംഗത്തേക്ക് സ്വതന്ത്രനായി ഇറങ്ങിയപ്പോൾ എൻ്റെ നാട്ടുകാർ എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് വളരെ വലുതാണ് എന്നുള്ള ബോധ്യം, അതിലേറെ സന്തോഷം എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും തന്നെയില്ല. ഈ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങൾക്കാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും വ്യക്തിപരമായും അതുപോലെ തന്നെ കൂട്ടായും കുറേ ചെറുപ്പക്കാരെല്ലാവരും എനിക്ക് എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ ഇറങ്ങിയതിൻ്റെ ഫലമാണ് എനിക്ക് ഈ വിജയം. ഒരു കാരണം വെച്ചാൽ എൻ്റെ വാർഡിലെ ജനങ്ങൾക്കാണ് ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് 18ാം വാർഡിലെ മെമ്പർ മാത്രമല്ല, നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ കൊല്ലമൊക്കെ തൃശ്ശൂരിലെ മേയറായിരുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സമാനമായ രീതിയിലാണ് നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തും ഈ തവണ. അവിടെ പക്ഷേ LDF ആയിരുന്നു, പക്ഷേ ഇവിടെ UDFൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരിപൂർണ്ണ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ വികസനത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. എനിക്ക് പഞ്ചായത്തിനുള്ളിൽ വികസനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ എല്ലാ അംഗങ്ങളെയും 22 വാർഡുകളിൽ നിന്നും ജയിച്ചു വന്ന അംഗങ്ങളെയും ഒരുപോലെ കണ്ട് അവരുടെ ജനപ്രതിനിധികളായി ആ വാർഡിൻ്റെ ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിട്ട ആളുകൾക്ക് അവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകി മുന്നോട്ട് പോകണം. എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇനി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ലക്ഷ്യം മുൻനിർത്തിയാവും എൻ്റെ പ്രവർത്തനം എന്നാണ് എനിക്ക് ഇതോടുകൂടി. ശരിക്കും ഒരു കനത്ത പോരാട്ടം ഉണ്ടായിരുന്നില്ലേ? ഇത് സ്ഥാനാർത്ഥിയായിട്ട് ശരിക്കും 5 പേര് മറുഭാഗത്തുണ്ടായിരുന്നു. 2 അപരന്മാരും എൻ്റെ പേരിൽ തന്നെയുള്ള 2 അപരന്മാരും അതുപോലെ പിന്നെ LDF, UDF, NDA സ്ഥാനാർത്ഥികളും രംഗത്തുണ്ടായിരുന്നു. അവർക്കെതിരെ പോരാടിയാണ് 182 വോട്ടിൻ്റെ വലിയൊരു വിജയം പ്രധാനിയിലെ ഓരോ ആളുകൾക്കും അവകാശപ്പെട്ടത് കൂടിയാണ്. വലിയ ആവേശത്തിലാണ് എൻ്റെ ജനങ്ങൾ. അതിൻ്റെ സന്തോഷം ഓരോ കുടുംബാംഗങ്ങളെ പോലെയുള്ള ഒരു കുടുംബാംഗത്തെ പോലെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും വിജയമായി അവരത് കാണുന്നുണ്ട്. അതെനിക്ക് നേരിൽ ബോധ്യപ്പെട്ട ആളാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ജനതയാണ് എൻ്റെ പ്രധാനിയിലുള്ളത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എന്തായാലും പ്രസാദേട്ടന് എല്ലാവിധ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന പ്രസാദേട്ടന് ആ ഒരു പേരിനെ കുറിച്ച് എങ്ങനെയാണ് കുട്ടേട്ടൻ എന്നൊരു വിളിയിൽ? അല്ല, അങ്ങനെയാണ് എൻ്റെ നാട്ടുകാർ എന്നെ അറിയുള്ളൂ. അങ്ങനെ കുട്ടൻ എന്നുള്ള പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. വളരെ ചെറുപ്പത്തിൽ എന്നെ വിളിച്ച് അങ്ങനെയുള്ള ആളുകളെ എൻ്റെ നാട്ടുകാരുള്ള അത്രയും അടുത്ത ബന്ധമാണ്. അങ്ങനെ പറഞ്ഞാലേ അവർക്ക് എന്നെ അറിയുള്ളൂ എന്നൊരു സ്ഥിതിയാണ്. എൻ്റെ പ്രസാദ് എന്നുള്ള പേര് പോലും എൻ്റെ നാട്ടുകാർക്ക് അറിയില്ല. അത്രയും വേണ്ടപ്പെട്ടവരായി അവരെന്നെ തിരഞ്ഞെടുത്തു. അവരുടെ ജീവിതത്തിൽ ഞാനുണ്ടായിരുന്നു, അവരുടെ കഷ്ടപ്പാടുകളിൽ ഞാനുണ്ടായിരുന്നു, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യമാണ്, അവർക്കുള്ള ബോധ്യമാണ് എന്നെ തിരഞ്ഞെടുത്തതിലൂടെ, അവരെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തതിലൂടെ ഒരു രാഷ്ട്രീയത്തിനതീതമായി വളരെ ഇടതുപക്ഷ മനസ്സുള്ള ഒരു സ്ഥലത്ത് അവരുടെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഞാൻ നാളെയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി സമയത്ത്. പഠനകാലങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠനം 1 തുടങ്ങി 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഴയ SUP സരസ്വതി വിലാസം അപ്പർ പ്രൈമറി സ്കൂൾ കമ്മാന്തറ, ഇന്നത്തെ മദർ തെരേസ UP സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 8, 9, 10 വണ്ടാഴി CVM ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അതിനുശേഷം പഠനം തുടരാനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായി, കുടുംബ സാഹചര്യങ്ങൾ ഉൾപ്പെടെ. അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല,
പത്രം ഏജൻറ്റ്, അങ്ങനെ പിന്നെ ഒരു ഫിനാൻസിൽ ഒരു ചെറിയ ജോലി നോക്കി, അങ്ങനെ ഈ കുടുംബം പോറ്റാൻ ഉള്ള ഒരു ജോലിയും മറ്റു കാര്യങ്ങളായി മുന്നോട്ട് പോയി. അവസാനം ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അപ്പോൾ പത്രം ഏജൻ്റായിരുന്നു ഞാൻ, 2-3 പത്രത്തിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിനുമായിട്ട് മുന്നോട്ട്, പിന്നെ സ്വന്തമായിട്ട് ഒരു ചെറിയ ഫാം പോലെ ഒരു 3-4 പശുക്കൾ, കുറച്ച് കൃഷി, അങ്ങനെ ഒരു കർഷകനായിട്ടാണ് അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതമാർഗം, അതാണ് ലക്ഷ്യം. എന്തായാലും ജീവിത പോരാട്ടം പോലെ തന്നെ പഞ്ചായത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരട്ടെ. ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു വലിയ കൈത്താങ്ങാവട്ടെ. അതായത് അർഹതപ്പെടുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വടക്കഞ്ചേരിയെ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും സപ്പോർട്ടുകളും. നമ്മളിന്ന് പരിചയപ്പെട്ടത് വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന കുട്ടാട്ടൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സി പ്രസാദേട്ടൻ്റെ ഒപ്പാണ് നമ്മൾ കണ്ടത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഈ ഒരു വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു വാർത്ത കൂടിയാണ്. നിയുക്ത പ്രസിഡൻറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടി സമർപ്പിക്കുകയാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.